നമസ്കാരം, ഞാൻ സാജൻ, ചക്രയമ്മ സാജൻ. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം തിയേറ്ററുകളിലൊക്കെ ഒരു ഉത്സവ പ്രതീതിയാണ്. എന്താണെന്ന് വെച്ചാൽ തിയേറ്ററുകാർ പറയുന്നത് സിനിമകൾ വരുന്നു പോകുന്നു, ഞങ്ങൾ ചാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ജനങ്ങൾ വരുന്നില്ല. അതിന് പ്രധാന കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മതിയായ പരസ്യമില്ല. ജനങ്ങൾ അറിയണ്ടേ, അറിയാതെ എത്ര നല്ല പടങ്ങളായാലും അവർ വരണ്ടേ. ഒരു പക്ഷേ മമ്മൂട്ടി, മോഹൻലാൽ പോലുള്ള ആൾക്കാർ അഭിനയിക്കുന്ന ചിത്രങ്ങളാണെങ്കിൽ അവരെങ്ങനെയും തേടി പിടിച്ച് കണ്ടുപിടിച്ച് വന്നിരിക്കും. പക്ഷെ മറ്റുള്ള ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, വേറെ പുതിയ ആൾക്കാരില്ലേ, അവരൊക്കെ അഭിനയിക്കുന്ന ചിത്രങ്ങളിൽ ശരിയായ പരസ്യങ്ങൾ കൊടുത്താലല്ലേ ജനങ്ങൾ അറിയുള്ളൂ. അത് ഏറെക്കുറെ ശരിയാണ്. ഇനി പരസ്യം കൂടുതൽ കൊടുത്താലോ അത് പറയും ഓവർ പബ്ലിസിറ്റി ആയിപ്പോയെന്ന്. അങ്ങനെ കേൾക്കാറുണ്ട്. എന്തിരുന്നാലും ശരി, നമ്മൾ സിനിമയിൽ മാത്രമല്ല, ഏതൊരു ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുമ്പോഴും അതിന് മതിയായ പരസ്യം വേണം. മുൻപൊക്കെ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ പേപ്പറിൽ നോക്കും ഇന്നത്തെ സിനിമ. അപ്പോൾ ആ സ്ഥലത്തുള്ള തിയേറ്ററുകളിൽ ഇന്ന സിനിമ ഇത്ര മണിക്ക് ഷോ എന്ന് കാണും. അതനുസരിച്ച് നമ്മൾ പോവും, ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കും. അപ്പോൾ അത് ഭംഗിയാണ്. ഓൺലൈൻ അല്ലാതെ എൻ്റെ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ചെല്ലുമ്പോൾ ആൾക്കാർ കാണാനില്ല. സംഭവം എന്താണ്, ഷോ ടൈം ആകുമ്പോഴല്ലേ ആൾക്കാർ വരുള്ളൂ. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ആൾക്കാരും ഇല്ല. ഓ, ഈ സിനിമ നല്ല ആയിരിക്കില്ല എന്ന് തോന്നിയിട്ട് അങ്ങ് ആൾക്കാർ മടങ്ങും. ഞാൻ ഈയിടെ ഒരു തിയേറ്ററിൽ പോയപ്പോൾ അങ്ങനെ ചോദിച്ചു, ഇത് ഷോ എത്ര മണിക്കാണ്? ഇത്ര മണിക്കാണ്. ഇനി 10 മിനിറ്റിലേ ഉള്ളൂ, ആൾക്കാർ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മാനേജർ പറയുകയാണ്, സാറേ നോക്കിയോ, ഇപ്പോൾ സമയമാകുമ്പോൾ ഇടിച്ച് പിടിച്ച് കാർ പാർക്കിങ്ങിന് സൗകര്യം ഉണ്ടാവില്ല. അത്രയ്ക്ക്. ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് ബസൂക്കയെക്കുറിച്ചാണ്. ഞാൻ ബസൂക്ക കാണാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് അല്പം തോന്നിപ്പോയി, ആരെയും കാണാനില്ല. 2-3 വണ്ടികൾ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അവർ പാർക്കിങ്ങിനെല്ലാം പുറകിലാണ്, ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഷോയുടെ ആൾക്കാരെങ്കിലും ഇവിടെ കണ്ട് കാണണ്ടേ. അതെന്താണെന്ന് വെച്ചാൽ പുറകിലെ മൈതാനത്തിലാണ് വാഹനം മുഴുവൻ പാർക്ക് ചെയ്ത് വരുന്നത്. ആ തിയേറ്ററിൽ അങ്ങനെ ആയിരുന്നു, എനിക്കറിയില്ലായിരുന്നു. എന്നിരുന്നാലും അവർ പറയുന്നത് ശരിക്കും പരസ്യം വേണം. പരസ്യമില്ലെങ്കിൽ ജനങ്ങൾ അറിയില്ല. പിന്നെ പുതിയ പുതിയ ആൾക്കാർ നല്ല നല്ല പടങ്ങൾ വന്നു പോകുന്നുണ്ട്. ജനങ്ങൾ ഇതിലേക്കൊന്ന് എത്തണ്ടേ അങ്ങനെ. അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ നമ്മുടെ ഒരു അമ്മൂമ്മ, അതായത് പണ്ടത്തെ നമ്മൾ ആൻറ്റി എന്ന് വിളിക്കുന്ന, അവരിപ്പോൾ വയസ്സായി, അവർ എല്ലാ സിനിമയും കാണുന്ന ഒരു അമ്മയാണ്. അപ്പം അവർ എന്നോട് പറയാറുണ്ട്, ഇപ്പം പഴയതുപോലെ ഒന്നും സിനിമ കാണാൻ തോന്നുന്നില്ല. അതെന്താ? ഇപ്പം കുടുംബ പടങ്ങളൊന്നും അല്ലല്ലോ, എന്തൊക്കെയോ സിനിമകൾ വരുന്നു. പക്ഷെ എനിക്ക് സിനിമ കണ്ടേ പറ്റൂ. പണ്ടൊക്കെ ഞാൻ സത്യൻ്റെയും നസീറിൻ്റെയും മധുവിൻ്റെയൊക്കെ പടങ്ങൾ എല്ലാം കാണും. ഇപ്പോൾ പിന്നീട് ഞാനത് മമ്മൂട്ടി, മോഹൻലാലിൻ്റെ പടങ്ങളെ കാണും, അല്ലാത്ത പടങ്ങളും കാണും. പക്ഷെ എന്തെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിനിമകളൊന്നും മനസ്സിലാവുന്നില്ല. ഏറെക്കുറെ ശരിയാണ്. പണ്ട് ഫാമിലി പടങ്ങൾ എടുത്തിരുന്ന ആളാണ് ഞാനും. അന്നൊരു കുടുംബ പശ്ചാത്തലത്തിലുള്ള കഥ വേണം, അതിനനുസരിച്ചുള്ള സീനുകൾ വേണം, കുറച്ച് ഫലിതങ്ങൾ വേണം, കുറച്ച് ആക്ഷൻ വേണം. അതിനുശേഷം കാലങ്ങൾ മാറുമ്പോഴത്തേക്ക് എല്ലാം മാറിയില്ലേ. ഇപ്പോൾ ഹൈടെക് ആയില്ലേ. ഇപ്പോൾ തന്നെ ഈ ബസൂക്ക എന്ന സിനിമ തന്നെ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അതുപോലെ തന്നെ എരഞ്ഞി തമ്പുരാനും. പക്ഷേ പുതിയ തലമുറയ്ക്ക് ഇത് മനസ്സിലാവും. അവരൊരു ഇന്റർനാഷണൽ പടങ്ങളെ കണ്ട് അവർക്ക് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. മുമ്പ് എമ്പുരാനെ കുറിച്ചും സിനിമയെക്കുറിച്ചും മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ചൊക്കെ ആൾക്കാർ ശരിക്കും സന്തോഷത്തോട് പറഞ്ഞു. ഞാൻ കണ്ടതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ് അത് കേട്ടോ. ബസൂക്ക അങ്ങനെ തന്നെ. ബസൂക്കയെക്കുറിച്ച് ഞാൻ റിവ്യൂ പറയില്ല, കാരണം ഞാൻ കുറേ റിവ്യൂകൾ കണ്ടു. റിലീസിങ്ങിൽ 10-ാം തീയതി റിലീസ് ചെയ്ത് അന്നോട്ട് പല രീതിയിലുള്ള റിവ്യൂകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതിമനോഹരമായ സിനിമയെ പുകഴ്ത്തിക്കൊണ്ടും വാഴ്ത്തിക്കൊണ്ടും വരുന്ന റിവ്യൂകളോടൊപ്പം തന്നെ അതിനെ ഇകഴ്ത്തിക്കൊണ്ട് മോശമാക്കിക്കൊണ്ടും റിവ്യൂകൾ കാണുന്നുണ്ട്. അപ്പോൾ പൊതുജനം പലവിധം അവരവരുടെ ഇഷ്ടത്തിന് എഴുതട്ടെ. ഫാൻസുകാർക്ക് സൂചിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഴുതാം, മറ്റുള്ള ഫാൻസുകാരെ വിഷമിപ്പിക്കാൻ വേണ്ടി ആ രീതിയിലുള്ള റിവ്യൂ എഴുതാം. എന്നിരുന്നാലും ഒരു നല്ല സിനിമയൊന്നും ആക്ഷേപിക്കുന്ന രീതിയിലൊന്നും റിവ്യൂ എഴുതാൻ പാടില്ല എന്നൊരു അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് ഞാൻ സിനിമകൾ കാണും, നല്ല അഭിപ്രായങ്ങൾ പറയും, കഴിവതും മോശപ്പെട്ട അഭിപ്രായം പറയാതിരിക്കും. കാരണം ഞാനൊരു സിനിമാക്കാരനാണല്ലോ. ഞാൻ പടച്ചുവിടുന്ന സൃഷ്ടികളൊക്കെ നന്നായിക്കൊള്ളണമെന്നില്ലല്ലോ. എനിക്ക് നന്നായിട്ട് തോന്നാം, പക്ഷെ ജനങ്ങൾ എത്തപ്പെടില്ല അതിൻ്റെ
റിസൾട്ട് അറിയുള്ളൂ. ഏതായാലും എനിക്ക് ഞാനിപ്പോൾ എമ്പുരാനെ കുറിച്ച് പറയുന്നത് കൊണ്ട് എൻ്റെ ടൈറ്റിലും അങ്ങനെയാണല്ലോ, എന്താ മമ്മൂട്ടി ഇങ്ങനെയാണ്. രണ്ടെങ്കിലും വ്യാഖ്യാനിക്കാം. എന്താ മമ്മൂട്ടി ഇങ്ങനെ, എന്താ നല്ലൊരു സംഭവമല്ലേ എന്ന് പറയും. എന്താ മമ്മൂട്ടി ഇങ്ങനെയൊക്കെ വേണോ എന്നും വ്യാഖ്യാനിക്കാം. പക്ഷെ ഞാൻ ആ തരത്തിലുള്ളതല്ല ഈ ടൈറ്റിൽ കൊടുത്തത്. നിങ്ങൾ എൻ്റെ ഈ യൂട്യൂബിൽ കാണണം, എന്നിട്ട് എൻ്റെ അഭിപ്രായം കേൾക്കണം. പിന്നെ റിവ്യൂ അല്ലാത്ത രീതിയിൽ ഞാൻ പറയാം. ഇതിൽ മമ്മൂട്ടി എന്ന നടൻ ഒരു പ്രത്യേക രീതിയിലാണ് അവതരണം. ഇതൊരു ഗെയിം സംഭവമാണ്. ഗെയിം എന്ന് വെച്ചാൽ ഇതുവരെ ഇല്ലാത്തൊരു പ്രമേയം, ഇതുവരെ ആരും കൈവച്ചിട്ടില്ല. ഈ പ്രമേയം കൈവച്ചത് ഡിനു ഡെന്നിസാണ്. ഡിനു ഡെന്നിസ് എന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ കലൂർ ഡെന്നിസിന്റെ മകൻ. കലൂർ ഡെന്നിസിന് എനിക്ക് ഒരുപാട് സിനിമകൾ, എൻ്റെ ചക്കരയമ്മ മുതൽ കൂട്ടിനുളം കിളി, ഇവിടെ നോക്കുകയാണെങ്കിലുള്ള നല്ല നല്ല സിനിമകളുടെ രചന നടത്തിയത് ഈ കലൂർ ഡെന്നിസാണ്. മാത്രമല്ല ഡെന്നിസിന്റെ രചനകൾ മിക്കതും കുടുംബ പ്രേക്ഷകരെ കണ്ടുകൊണ്ടായിരിക്കും. വൻ വിജയങ്ങളുമായിരുന്നു. പല ഡയറക്ടർമാർക്കും പുള്ളിക്കാരൻ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. എല്ലാം എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ സംവിധായകർ എഴുതിയിട്ടുള്ളത് കലൂർ ഡെന്നിസ് ആയിരിക്കും, സംശയമില്ല. അതുപോലെ നമ്മുടെ മമ്മൂട്ടി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പുതിയ സഹസംവിധായകരെ രംഗത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്, അതായത് രംഗത്ത് അവതരിപ്പിച്ചത് സിനിമ നിർമ്മാതാക്കളാണെങ്കിലും സഹകരിച്ചിട്ടുള്ളത് മമ്മൂട്ടി ആയിരിക്കാനേ സാധ്യതയുള്ളൂ. കലൂർ ഡെന്നിസിന്റെ മകന്റെയും ആദ്യത്തെ ചിത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കഥ ഏതാണ്ട് 2019 മറ്റോ ഡീൻ ഡെന്നിസ്, കലൂർ ഡെന്നിസിന്റെ മകനാണ് ഡീൻ ഡെന്നിസ് എന്ന് പറഞ്ഞല്ലോ, ഡീൻ ഡെന്നിസ് മമ്മൂട്ടി എടുത്ത് കഥ പറയുന്നു. പിന്നെ മമ്മൂട്ടി ആദ്യമൊന്നും ചാടിക്കൊന്നും പറയില്ല, നോക്കാം കാണാം ഇങ്ങനെ പുള്ളി പറയുള്ളൂ. അപ്പൊ ഇതിന്റെ ഓരോ പുരോഗതി അനുസരിച്ചിട്ട് അപ്പോഴൊക്കെ ഡീൻ ഡെന്നിസ് അദ്ദേഹത്തെ കാണുകയും ഡെവലപ്മെന്റ്സ് പറയുകയും ചെയ്യും. ഈ മമ്മൂട്ടിക്ക് പ്രത്യേകതയുണ്ട്, ഭയങ്കര ഓർമ്മശക്തിയാണ്. അതുപോലെ തന്നെ വരാൻ പോകുന്നത് ഇനിയിപ്പോൾ 2030 ഏത് തരം സിനിമ വരും, എങ്ങനെയായിരിക്കും പ്രേക്ഷകരെന്ന് വരെ പുള്ളി മുൻകൂട്ടി കാണാൻ കഴിവുള്ളൊരു പ്രത്യേക വ്യക്തിയാണ് പുള്ളി. അതിനാണ് അദ്ദേഹത്തിന് വേറെ ഒറ്റ സ്വഭാവം മാത്രമല്ലേ ഉള്ളൂ, കുടുംബം, വീട്, സിനിമ, ഇത്രയേ ഉള്ളൂ. പുള്ളിക്കാരന് വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സംഭവം ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ടായിരിക്കും പുതിയ സിനിമകളും പുതിയ സംവിധായകരെയും പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പുള്ളി റെക്കമെൻഡ് ചെയ്യുന്നതും. റെക്കമെൻഡ് ചെയ്യല്ല, പുള്ളി തന്നെ പറഞ്ഞു, പുള്ളിയല്ല പറഞ്ഞ യഥാർത്ഥത്തിൽ കലൂർ ഡെന്നിസ് പറഞ്ഞു, ഈ കഥ ഇത്രയും വിശദമായിട്ട് പറയുമ്പോൾ ഈ സിനിമ തനിക്കൊരു സംവിധാനിച്ചൂടെ. അത് ഡെന്നിസിന് ഒരു പുതിയ അനുഭവമായിരുന്നു, നല്ലതായിരുന്നു. കാരണം ഞാൻ ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സത്യത്തിൽ ഇതൊരു കഥ പറഞ്ഞ് വേറൊരാളിനെ കൊണ്ട് ചെയ്യിക്കുന്നതിനേക്കാളും നല്ലത് ഇതിന്റെ കഥ പറച്ചിൽ ആ രീതിയിലാണ്, ടേക്കിങ്സ് അങ്ങനെയാണ്, ഡീൻ ഡെന്നിസിനെ അറിയാം എന്നുള്ളത് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൽ റിവ്യൂ എഴുതുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ എടുത്തു പറയുന്നു, ഞാൻ റിവ്യൂ ആയിട്ട് പറയുകയല്ല, ക്രിറ്റിസൈസ് ചെയ്യുകയല്ല. ഈ പടത്തിൽ അവസാനത്തെ 20 മിനിറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ അൺപ്രഡിക്റ്റബിൾ, നമ്മൾ ഇതുവരെ കണ്ട ഒരു മമ്മൂട്ടിയല്ല. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ആദ്യം പോലെ കൊള്ളാം. വീണ്ടും ഞാൻ പറയുന്നു, നല്ല എഡിറ്റിംഗ്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, നല്ല ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി ഒക്കെ സൂപ്പറാണ് കേട്ടോ. എഡിറ്റിംഗ് ഒക്കെ പറയാതിരിക്കാൻ അത്ര നല്ല എഡിറ്റിങ്, എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ. ചില സ്ഥലങ്ങളിൽ ചില വലിവുകൾ തോന്നാം. പിന്നെ ആദ്യ അവസാനമൊക്കെ ഫുൾ ടെമ്പോയിൽ നിന്ന പടത്തിന് എന്താ ക്ലൈമാക്സ്, അങ്ങനെ ഏറിയും ഇറങ്ങിയൊക്കെ ജീവിതം അങ്ങനെയല്ലേ, ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവില്ലേ. എന്തായാലും ഈ സിനിമ ബസൂക്കയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയില്ല. പിന്നെ ഇതിൽ ഒരുപാട് അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഹക്കീം ഷാ ഉണ്ട്, ദിവ്യ പിള്ളയുണ്ട്, പിന്നെ ബാബു ആന്റണി ഉണ്ട്, VK പ്രകാശ് എന്ന് പറഞ്ഞ നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഡയറക്ടറാണ് അദ്ദേഹമുണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്. സിദ്ധാർത്ഥ് ഭരതനൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തോ ഒരു അയഞ്ഞ രീതിയിലായിരുന്നു. അയ്യോ പറഞ്ഞുപോയി, ഞാൻ ഒരായിപ്പോയി. ഭ്രമയുഗത്തിലൊക്കെ വേറെ രീതിയിലായിരുന്നല്ലോ. പിന്നെ ഒരുപാട് അഭിനേതാക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഷൈൻ ടോം ചാക്കോ, പിന്നെ ഒരു ഹാസ്യം പോലെ ഒരാളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിക്കാരനെ പറ്റി ഞാൻ പറയുന്നില്ല, കണ്ടവർ പറയുന്നുണ്ടാവും.
അതൊക്കെ എന്തിനായിരുന്നോ എന്തോ എനിക്കറിയില്ല. അങ്ങനെ ഏതായാലും ഒരു 2.5 മണിക്കൂർ പടം കണ്ടു. ക്ലൈമാക്സ് വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു. എമ്പുരാനെ പറ്റിയും എന്തൊക്കെ രീതിയിലാണ് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഈ പടങ്ങളിൽ എടുത്തു പറയുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഈ പടങ്ങൾ വന്നതുകൊണ്ട് തിയേറ്ററിൽ നല്ല കളക്ഷൻ, തിയേറ്ററിന്റെ ബാധ്യതകളൊക്കെ അവർ തീരുമെന്ന് അതിന്റെ നിർമ്മാക്കൾ, അതിന്റെ ഓണേഴ്സ് പറയുന്നുണ്ട്. മാത്രമല്ല സിനിമക്കാർക്ക്, പ്രായമായ ആൾക്കാർക്കൊക്കെ പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ, അത് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന, തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ടാക്സിന്റെ ഒരു വിഹിതമാണ് നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസിന് പെൻഷനായിട്ട് കൊടുക്കുന്നത്. 2-3 മാസം മുടങ്ങിക്കിടന്നു. കാരണം എന്താണ്? തിയേറ്ററിൽ വരുമാനമില്ല. തിയേറ്ററിൽ വരുമാനം ഉണ്ടെങ്കിലല്ലേ ടാക്സ് പോകുള്ളൂ ഗവൺമെന്റിന്. ആ ടാക്സിനാണല്ലോ ഗവൺമെന്റിന് മറ്റു വരുമാനങ്ങൾ മറ്റു രീതി പോയെങ്കിലും സിനിമാക്കാരിൽ നിന്ന് കിട്ടുന്ന ടാക്സാണ് സിനിമാക്കാർക്ക് തന്നെ പെൻഷനായിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ 3 മാസത്തെ ഒഴിവുള്ളത് 1 മാസത്തെ കൊടുത്തു എന്ന് അറിയുന്നു. ഇനിയിപ്പോ തീർച്ചയായിട്ടും പഴയതും കൊടുക്കാനാവുമെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഉത്സവ പ്രതീതി ഉളവാക്കുന്ന ഒരു ചിത്രമാണിത്. ഞാൻ പറയാൻ വിട്ടുപോയതൊന്നും എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു യൂട്യൂബർ സ്വാമി ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ കുറിച്ച് നല്ല ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളാണ്. ഞാൻ കാണാറുണ്ട് അദ്ദേഹത്തിന്റെ. അദ്ദേഹം പൊളിറ്റിക്സ് പറയും, പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് പറയും, സിനിമയെ കുറിച്ച് പറയും, മ്യൂസിക്കിനെ കുറിച്ച് പറയും. അപ്പൊ അദ്ദേഹം മുമ്പൊരു ആരോപണം പോലെ പറഞ്ഞതാണ്, മുമ്പൊക്കെ സത്യൻ, നസീർ, മധു അവരൊക്കെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ വ്യത്യസ്ത രീതിയിൽ അഭിനയിച്ചിരുന്നു. അല്ലാതെ അതിൽ നമുക്ക് അവർ പടം കാണുമ്പോഴൊന്നും ഒരു നസീറിനെയോ ഒരു മധുവിനെയോ ഒരു സത്യനെയോ ഒന്നും അല്ല കണ്ടിരുന്നത്, കഥാപാത്രങ്ങളെയായിരുന്നു കണ്ടിരുന്നത്. അതിപ്പോഴില്ല. അത് പുള്ളി മോഹൻലാലിനെയും മമ്മൂട്ടിയും കൂടെ പരാമർശിച്ചു. അപ്പൊ അതിൽ അദ്ദേഹത്തോടെ ഞാൻ പറയുകയാണ്, അങ്ങനെയല്ല. നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ സ്വാമി കണ്ടിരിക്കാം, മറന്നുപോയതായിരിക്കാം. ഉദാഹരണത്തിന് സൂര്യമാനസനത്തിന് മമ്മൂട്ടിയുടെ വേഷം മമ്മൂട്ടിയാണോ? അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം വെച്ച മൃഗയ വ്യത്യസ്ത വേഷമല്ലേ? വ്യത്യസ്ത വേഷം എന്ന് മാത്രമല്ല, അത്തരം കഥാപാത്രങ്ങളിൽ മമ്മൂട്ടിയിൽ സുരക്ഷിതമായിരുന്നില്ലേ? പിന്നെ അടൂർ ഗോഷ്ഠൻ സാറിന്റെ പടത്തില് അദ്ദേഹം വ്യത്യസ്ത വേഷങ്ങളല്ലേ? അപ്പൊ തീർച്ചയായും എന്റെ സ്നേഹമുള്ള സിംഹത്തില് മമ്മൂട്ടി വ്യത്യസ്ത കഥാപാത്രമായിരുന്നില്ലേ? അത് ഞാൻ എടുത്തു പറയാന്ന് വെച്ചാൽ, അദ്ദേഹം സ്നേഹമുള്ള സിംഹത്തില് വൈശാഖനാകാൻ വേണ്ടിയിട്ട് പുള്ളി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ രാവിലെ 2 ഇഡ്ഡലി മാത്രം കഴിച്ചുകൊണ്ട് വെറും വയറോടെ കിടന്ന് കണ്ണില് ചാരായം കൂടി കുടിക്കുന്ന ആളായിട്ട് കാണാൻ വേണ്ടിയിട്ട് പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാല് ഒറ്റപ്പാലത്ത് അയച്ച് കഥകളി ആശാന്മാരൊക്കെ ഇടുന്ന ചുണ്ടങ്ങ ഇല്ലേ, ആ ചുണ്ടങ്ങ വരുത്തി കണ്ണിലിട്ട് കണ്ണ് ചോപ്പിച്ചു. നല്ല തക്കാളി പോലെ ചോക്കും ഇട്ടിട്ട് അങ്ങനെ പുള്ളി ഉച്ചയ്ക്ക് വെറും ജ്യൂസ് മാത്രം കുടിച്ചുകൊണ്ടാണ് ആ കഥാപാത്രത്തിലെ കഥാപാത്രമായത്. എന്തിന്? മുമ്പ് നിറക്കോട്ട് അത് തലമുട്ടയടിച്ചില്ലേ? ബാലുമേന്ദ്രയുടെ യാത്ര തലമുട്ടയടിച്ചില്ലേ? അപ്പോ അദ്ദേഹം കഥാപാത്രങ്ങളാവാൻ വേണ്ടിയിട്ട് വളരെ പരിശ്രമിക്കുന്ന വ്യക്തിയാണ് മമ്മൂട്ടി. മോഹൻലാലും അതെ. പിന്നെ മറ്റുള്ള നടന്മാരെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ഇതിൽ ഞാനിപ്പം ബസൂറിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളാവാൻ വേണ്ടിയിട്ട് നമ്മളുടെ നടിമാരെത്ര സാഹസം കാണിക്കുമെന്ന് തോന്നുന്നില്ല. നടന്മാർ ഓരോ വ്യത്യസ്ത വേഷങ്ങൾക്ക് വേണ്ടി വേഷവിധാനങ്ങൾ, മേക്കപ്പുകൾ, വിഗ്, മുടി എല്ലാം മാറ്റാറുണ്ട്. അവിടെ സ്വാമിയുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്. സ്വാമി ഒരു കുറ്റമായിട്ട് പറഞ്ഞതല്ല. സ്വാമി പറഞ്ഞിരുന്നത് പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പൊ ഇവർ കഥാപാത്രങ്ങളായിട്ട് മാറുന്നില്ല എന്ന്. മാറുന്നുണ്ട്, അതിൽ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. എന്നിരുന്നാലും നമ്മുടെ സിനിമയ്ക്ക് വീണ്ടും ഒരു ഓളം ഉണ്ടായി. തിയേറ്ററുകൾ സജീവമാകുന്നു, ആൾക്കാർ വന്ന് കുമിയുന്നു. പിന്നെ പഴയ നേരത്തെ ഇല്ല ആന്റി പറഞ്ഞ മാതിരി അവർക്ക് പുതിയ സിനിമകളെ പറ്റി കഥ മനസ്സിലാവുന്നില്ലെങ്കിലും അവർ കാണുന്നുണ്ട്. എല്ലാത്തരം സിനിമകളും കുടുംബ ചിത്രങ്ങളാവണമെന്നില്ലല്ലോ, അതും ഇതിനിടയിൽ വരും, ഇതും വരും. എല്ലാത്തരം ആൾക്കാരെയും ഇഷ്ടപ്പെടണമല്ലോ. ഏതായാലും ഞാനിനി പരത്തി പറയുന്നില്ല. തിയേറ്ററുകൾ സമൃദ്ധമാണ്, സിനിമ പ്രേക്ഷകർ സന്തോഷവാന്മാരാണ്. ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ. മമ്മൂട്ടിയും മോഹൻലാലും മറ്റു അഭിനേതാക്കളും എല്ലാവരും സജീവമായിട്ട് രംഗത്ത് വരട്ടെ. എന്നാലേ ജനങ്ങൾക്ക് സന്തോഷമായിട്ട് നമുക്ക് സിനിമകൾ കാണാൻ പറ്റുള്ളൂ, തിയേറ്ററുകൾക്ക് വരുമാനം വരുള്ളൂ. എല്ലാവർക്കും സന്തോഷമായ നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്ന സിനിമകൾ വരട്ടെ എന്ന് ഞാൻ വീണ്ടും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മോഹനരാഗം